ചന്ദ്രൻ സ്പഷ്ടാംഗ രാശിയിൽ നിൽക്കണല്ലേ. ചരിത്രസ്ഥാനാധിപനായിട്ടുള്ള ചന്ദ്രൻ 9ാമത്തെ രാശിയിൽ നിൽക്കുന്നതല്ലേ. സ്പഷ്ടാംഗ രാശിയും വിട്ടാണ്. 9ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ ശരിക്കും പാരമ്പര്യമല്ലേ. തറവാട് ക്ഷേത്രേശന്മാരെയൊക്കെ ചിന്തിക്കേണ്ടതല്ലേ. അത് തന്നെ ലഗ്നത്തിൽ നവാംശം ചെയ്യുമ്പോൾ, ലഗ്നഭാവത്തിൽ തന്നെ നവാംശം ചെയ്യുമ്പോൾ 9ാം ഭാവത്തെ മാത്രമല്ല ലഗ്നത്തെയും അത് ഫലമാക്കി തീർക്കല്ലേ. ഇത് ലഗ്നത്തിൽ നവാംശം ചെയ്ത ചന്ദ്രൻ്റെ 12ൽ ശനി നവാംശമൊക്കെ വരുന്ന സമയത്ത് അതൊരു ഒന്നുകൂടെ ആലോചിച്ച് ചന്ദ്രൻ്റെ നവാംശം എവിടെയായിരിക്കും? ചന്ദ്രൻ്റെ നവാംശം എവിടെയാ? കന്നിയിൽ 5-17-24 അത് കുറച്ചൊരു സങ്കീർണമായിട്ടുള്ളൊരു വിഷയമുണ്ടത്. ഈ കളരി ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഈ പഴയ ചരിത്രം അറിയാവുന്നവരാരെയും ഉണ്ടാവില്ലേ? പഴയ ക്ഷേത്രത്തിൻ്റെ ചോദിച്ചു. ഒരു രാജകീയമായിട്ടുള്ള രാജാവിൻ്റെ സേവകന്മാരായിട്ടുള്ള ചരിത്രം അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉൽപ്പത്തിയുടെ വിഷയമായിട്ട് വരിക. രാജാവിൻ്റെ സേവകത്വം ഒക്കെയാണത് വരിക. കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രാംശകം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉച്ചസ്ഥനായിട്ടുള്ള ചന്ദ്രൻ കന്യാരാശി നവാംശം ചെയ്യുമ്പോൾ ഭഗവതിയുടെ ആചരണത്തോടു കൂടെ ഭഗവതി ആചരിച്ചിരുന്നു. ഭഗവതിയുടെ ആചരണം ഉണ്ടായിരുന്നു. അത് ഗ്രഹത്തിൻ്റെ അകത്ത് വെച്ച് ആരാധിച്ച ഭഗവതിയായിരുന്നു. ഗ്രഹാന്തർഭാഗത്ത് വെച്ച് ആചരിച്ച ഭഗവതിയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഗൗരവം വരുന്നുണ്ട്. പൂർവകാല ചരിത്രം അപ്പം അകത്തുണ്ടായിരുന്ന ഭഗവതി, പുറത്തുണ്ടായിരുന്ന കളരി സ്വഭാവത്തിലുള്ള ദേവത, ആ ദേവതയിൽ വന്നിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ഉപാസനാ വിഷയം, ഇതൊക്കെ ആവുമ്പോഴാണ് അതേപോലെ വിശിഷ്ടമായൊരു നാഗാലയം രാഹുവിൻ്റെ നവാംശകം, നാഗാരാധനയുടെ പ്രത്യേകത, ഭഗവതിയുടെ ആരാധനാ വിഷയം, കളരി എന്ന് പറയുമ്പോൾ ഒന്നിലധികം ദേവന്മാരതിൽ വന്നല്ലോ അത്. അതിൽ മുഖ്യമായൊരു ദേവതയെ സ്വതന്ത്രമായിട്ട് ഉപാസിച്ച്, അതെ, കളരിയിൽ തന്നെ സുബ്രഹ്മണ്യനെ ആരാധിച്ച സമ്പ്രദായമുണ്ട്. അതെ, കളരി എന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവതിയാണ് മനസ്സിൽ ഓടിയെത്തുമെങ്കിലും സുബ്രഹ്മണ്യൻ ആരാധിച്ച കളരിയുണ്ട്. ജ്യോതിഷ കുടുംബത്തിനാണ് അതിന് പ്രാധാന്യമുള്ളത്. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന കുടുംബത്തിനാണ്. അതൊരു തരം മാജിക് പോലെയാണത്. കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭഗവതിയാണ് കളരി ദേവത.
കളരിയുടെ സാമാന്യമായിട്ടുള്ള ദേവത ഭഗവതിയാണ്. പക്ഷേ കളരിയിൽ ഭഗവതിക്ക് തുല്യമായിട്ട് സുബ്രഹ്മണ്യൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് ജ്യോതിഷ കുടുംബമാണ്. ജ്യോതിഷ യുദ്ധത്തിൽ വിജയിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവതിക്ക് പ്രസക്തി ഇല്ല എന്നല്ല, ഭഗവതിക്ക് പ്രസക്തി ഉണ്ടെങ്കിലും സുബ്രഹ്മണ്യനായിരിക്കും ഉപാസനയിൽ കൂടുതൽ. അങ്ങനെ വരുന്ന സമയത്ത് സുബ്രഹ്മണ്യൻ്റെ മന്ത്രത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. സുബ്രഹ്മണ്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് അഞ്ചോളം മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം ഈ തരത്തിൽ ഉണ്ടാവുന്ന ദേവതയാണ് എങ്കിൽ അതിനുപയോഗിക്കേണ്ട സമ്പ്രദായവും മന്ത്രങ്ങൾക്കും ഒക്കെ വ്യത്യാസം വരും എന്നർത്ഥം. ഇത് ഒരു പാരമ്പര്യത്തിൻ്റെ പൂർണ്ണ സൂചന ചിന്തിത ഭാവമായിട്ടുള്ള മേടരാശിയിൽ നിന്ന് കിട്ടുമല്ലോ. അതെ, മേടരാശിയിൽ മേഷാധിപനായിട്ടുള്ള ചൊവ്വ 5-ാം ഭാവപതിയായ സൂര്യനോടും 9-ാം ഭാവപതിയായ വ്യാഴത്തോടും ചേർന്നിട്ടാണ്. അപ്പം ലഗ്നം 5-9 എന്ന് മേടരാശിയിൽ പൂർണ്ണമായിട്ട് ഏകോപിച്ച് വന്നൊരു സ്ഥാനമായിട്ട് തീർന്നല്ലോ. അതെ, നേരെ രാശിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മേടരാശിയിൽ നിന്ന്. കാരണം അതിൻ്റെ ഗോചരഘടന എന്താന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം ഭാവാധിപൻ ബാധകാധിപനായിട്ട് ചൊവ്വയുടെ സമ്പർക്കത്തിൽ വന്ന മേടരാശി, അതാണല്ലോ കളരിയുടെ ചിന്തയ്ക്ക് ആധാരമായ പ്രമാണം. അതെ, അഥവാ താമ്പൂലം കാണിച്ചു തന്ന ഗ്രഹത്തിന് പറയാനുള്ള വീര്യം മേടരാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടനായി മേടരാശി നവാംശകവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ഒരു കളരിയുടെ തത്വത്തെ അല്ലെങ്കിൽ ഒരു പൂർണ്ണതയെ ചിന്തിക്കാൻ മേടരാശി യോഗ്യമാവുകയാണ് ആദ്യം സ്മരിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന സമയത്ത്, ഒരു ചരിത്രത്തിൻ്റെ ചിന്ത വരുന്ന സമയത്ത് മേടരാശി പൂർണ്ണമായിട്ടും അതെ ഒരു സഹായമായി തീരുന്നുണ്ട് അവിടെ. അവിടെയാണല്ലോ അങ്ങ് കാണിച്ചിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും ഈ ബന്ധം വരുന്ന യുദ്ധത്തിൻ്റെ ആണെങ്കിലും ഒരു ആയുധത്തിന് സാക്ഷിയാവുന്ന എല്ലാ ഗ്രഹങ്ങളും അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് നോക്കാം. ചിലപ്പം വല്ല ആയുധത്തിലും ഉപാസിച്ചതോ, ഈ വേല് വെച്ച് ഉപാസിക്കുക, വേല് മാത്രമായിരുന്നു ഉപാസനയ്ക്ക് ഉണ്ടായിരുന്നത്, അഥവാ വേലായിരുന്നു, ബിംബമായിട്ട് വേലായിരുന്നു, അങ്ങനെയൊക്കെ വരാമല്ലോ. അല്ലെങ്കിൽ ദണ്ഡാവാം. അതെ 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 ആയുധഭൃത്ത് എന്ന് വന്നല്ലോ. ആയുധഭൃത്ത് എന്ന് വന്നല്ലോ. മറ്റെവിടുന്നോ കൊണ്ടുവന്ന ഒരു കുടുംബം, അഥവാ മറ്റേതെങ്കിലും ദേശത്ത് നിന്ന് പലായനം ചെയ്ത് വന്ന ഒരു കുടുംബം, അങ്ങനെയുള്ള ഒരു വിഷയം കൂടി ഉണ്ട് എന്ന് കാണിക്കാനല്ലേ കന്നിരാശി. കന്നിരാശി എന്ന് പറഞ്ഞുകൊണ്ട് ലഗ്നാധിപൻ ബുധൻ ദത്ത് ഗ്രഹമായതുകൊണ്ട് ബുധൻ ദത്ത് ഗ്രഹമായതുകൊണ്ട് ഞാൻ പറയാൻ പറ്റും. അതെ, സ്വർണ്ണാരൂഢത്തിൻ്റെ 9-ാം ഭാവാധിപനാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ് വെച്ച ഗ്രഹമല്ലേ അത് ചൊവ്വ. 9-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ താമ്പൂലഗ്രഹമായിട്ട് വന്നത്. താമ്പൂലഗ്രഹമായിട്ട് വന്നത് 9-ാം സ്വർണ്ണാരൂഢത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ 9-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ്.
ദത്തിന്റെ സൂചി അതല്ലേ ഇപ്പോൾ പറഞ്ഞത്. ഗുളികാംശത്തിൽ നിൽക്കുന്ന ദത്തഗ്രഹമായിട്ട് വന്നുകൊണ്ട് ചൊവ്വാശനികളുടെ പരസ്പര ദൃഷ്ടി പ്രവാസത്തെ സൂചിപ്പിക്കുന്നതല്ലേ, പ്രവാസത്തിൻ്റെ സൂചനയല്ലേ. ഉദയസപ്തമയോഹോ മന്ദകുജാഭ്യാം പ്രവാസി എന്ന് പറഞ്ഞല്ലോ. ലഗ്നത്തിൽ വേഴും നിൽക്കുന്ന ചൊവ്വാശനിമാർ പ്രവാസത്തിൻ്റെ ചിന്തയല്ലേ. ഇപ്പോൾ പ്രവാസം എന്ന് പറഞ്ഞാൽ ദൂരസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു ഇരുത്തി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഏതോ ഒരു കുടുംബത്തിൽ വംശാന്തം വരും എന്നുള്ള ഭീഷണി വരുന്ന സമയത്ത് അതിനെക്കൂടെ ദത്തമായ രൂപത്തിൽ സ്വീകരിച്ച കാര്യമൊക്കെ ആവണമല്ലോ. അങ്ങനെ എന്തായിരുന്നാലും ഒരു രണ്ട് കുടുംബത്തിൻ്റെ ചരിത്രം നിലനിൽക്കുന്നുണ്ട് ഇവിടെ. സുബ്രഹ്മണ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 കുടുംബ ചരിത്രം നിലനിൽക്കുന്നുണ്ട്. നോക്കാം അതൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദേവതയുടെ പൂർവ്വകാലഘട്ടത്തിലുള്ള ചരിത്രം വ്യക്തമായി മനസ്സിലാക്കിയ താന്ത്രിക പദ്ധതിയല്ല ഇപ്പോഴുള്ളത് എന്നാണ്. അതാണിപ്പം പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം. അപ്പം പഴയ ചരിത്രം എന്താണെന്ന് നോക്കുമ്പോഴാണ് ആയുധ വിഷയം ഉണ്ടായിരുന്നു. ആയുധത്തിൽ ഉപാസ്യ ദേവതയാണ്. പിന്നെ മറ്റൊരു ദേശത്ത് നിന്ന് ഇവിടെ വന്ന ഒരു ചരിത്രമുണ്ട്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനെ മറ്റൊരു കുടുംബം ദത്ത് സ്വീകരിച്ച ഒരു ചരിത്രമുണ്ട്. രാജകീയമായിട്ടുള്ള സേവ രാജാവിന് വേണ്ടി കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ, രാജാവ് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് നാട്ടുരാജാവ് എന്നൊക്കെ പറയല്ലോ, പ്രധാന അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ പൂർവ്വചരിത്രം. 9ാം ഭാവാധിപൻ താമ്പൂലഗ്രഹമായിട്ട് സ്വക്ഷേത്രത്തിൽ ഏതാണ്ട് പൂരണത്തിൽ 4ഓളം അംശകം പൂജിച്ചതാണല്ലോ. ഒരു 4ഓളം സാഹചര്യങ്ങൾ ഈ ദേവന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ 2 കുടുംബം, ഒരു രാജകീയമായിട്ടുള്ള ബന്ധം, അഥവാ ഒരു ബ്രാഹ്മണ ബന്ധം അല്ലേ? അതെ, അങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ടാവും. ഇവിടുത്തെ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ വിഷയം നമുക്ക് ഒരു താല്പര്യത്തിൽ നിർത്തേണ്ടത് അല്ലേ? അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രകൃതി എന്താണോ ദേവതയിൽ, അത് പൂർണ്ണമായിട്ട് പരിവർത്തനം വന്നു പോയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ തരത്തിലാണ് ഇന്നുള്ള ആരാധനാക്രമം. അതെ. അപ്പം പൂർവ്വ പാരമ്പര്യത്തിൽ ഏത് സമ്പ്രദായത്തിലായിരുന്നു ആരാധിച്ചതെന്നുള്ളത് മനസ്സിലാക്കേണ്ട ആഗ്രഹം ഭഗവാനുണ്ട് എന്നർത്ഥം. അത് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് എന്നുള്ളത്. സാന്നിധ്യക്ഷേത്ര ബിംബാണി പത്രം ദ്വാരളപത്ര. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം, സാന്നിധ്യപതിയായിട്ടുള്ള ഗ്രഹം ബുധൻ. അവിടെയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഒരു ജലാശയത്തിൻ്റെ ബന്ധം അവിടെയും വന്നില്ലേ? ലഗ്നാധിപതി ആശ്രയിച്ചത് കർക്കിടകരാശിയിൽ ജലാർജിത എന്ന് പറഞ്ഞുകൊണ്ട് ജലത്തിൽ നിന്ന് ആർജിതമായത് എന്നല്ലേ, ജലാർജിതസ്വ. ബുധൻ്റെ ആശ്രയപതിയല്ലേ ചന്ദ്രൻ. ജലാർജിത എന്ന് കാണിച്ചത് ഈ തടാകം പോലെയോ പിന്നെ വിശേഷമായൊരു ജലസ്ഥാനം പോലെയോ ഉള്ളൊരു അതിവിശേഷമായുള്ളൊരു ജലസ്ഥാനം. അല്ല, ഈ സ്ഥലത്താണെന്നുള്ളത് ഉറപ്പല്ലേ? ഈ സ്ഥലത്ത് തന്നെയാണെന്നുള്ള ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പരിമിതമായൊരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ലല്ലോ പണ്ട്.
പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭൂപ്രകൃതിയൊക്കെ കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അത് ആചാര്യ ഭൂരി സുത ധനാർജനേഷ്ട ശൗക്രേ വദാന്യ ഗുരുഭക്തിയുതശ്ച. ലഗ്നാധിപൻ്റെ നവാംശം തുലാരാശിയിലല്ലേ? കർക്കിടരാശിയിൽ നിൽക്കുന്ന ലഗ്നാധിപൻ തുലാരാശിയിൽ നവാംശം ചെയ്തുകൊണ്ട് ലഗ്നാധിപൻ തന്നെയല്ലേ. ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് കുടുംബമായിട്ട് തന്നെ ഒരേ വിഭാഗത്തിൽ തന്നെ പെട്ട രണ്ട് കുടുംബങ്ങളുടെ ഒരു സ്ഥാനം ആയിട്ടുണ്ട് ഇവിടെ. ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു എന്നല്ലേ. തുലാരാശി നവാംശം ചെയ്ത ബുധനല്ലേ. രാശിയുടെ ഘടന അത് രണ്ട് എന്ന് പറയേണ്ടതില്ല. പറഞ്ഞ പോലെ ഒന്നിൽ ലയിക്കാന്നോ ദത്ത് വരികയെന്നോ ഒക്കെ പറയുന്ന രണ്ട് സ്വഭാവത്തിലുള്ള കുടുംബത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. രണ്ട് ഗ്രഹം തന്നെയാവാമല്ലോ. രണ്ട് ഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. ആ ദേവപ്രശ്നത്തിലല്ലേ വരുന്നത് മുഴുവനും. ദേവപ്രശ്നത്തിലാണല്ലോ. ആ ബന്ധമൊക്കെ അത് തന്നെയായിരിക്കുമല്ലോ. തെക്കും വടക്കുമായിട്ട് രണ്ട് വീടുകളായിരുന്നു. തെക്കും വടക്കുമായിട്ടുള്ള രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വിശദമാവും എന്ന് വിചാരിക്കാം. മറ്റെന്തെങ്കിലും വിഷയം വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ അതിലുണ്ട്. അതിനിപ്പോൾ പൂർവ്വ ചരിത്രത്തെ പറ്റി അറിയാവുന്നവർ ഉണ്ടെങ്കിലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കഥ കേൾക്കുന്ന മാതിരി കേൾക്കുക എന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതെ വടക്കും തെക്കുമായിട്ടല്ലേ രണ്ട് വീടുകളായിട്ട് പറയുന്ന സമയത്ത് അങ്ങനെയല്ലേ പറയുന്നത്. വടക്കും തെക്കുമായിട്ട് ഇന്നുള്ള ചരിത്രയെ ചിന്തിക്കേണ്ടത്. അതിൽ തെക്ക് ഭാഗത്തുണ്ടായ വീട്ടിലാണ് ദേവാരാധനകളും മറ്റും പ്രധാനമായിട്ടുണ്ടായത്. ദൈവികമായ കാര്യങ്ങൾ മുഴുവനും ഉണ്ടായത് തെക്കേ വീട്ടിലാണ്. അപ്പം പിന്നെ വടക്ക് ഗാർഹികമായുള്ള കാര്യങ്ങൾക്കും തെക്ക് ദൈവികമായ കാര്യങ്ങൾക്കും ആയിരിക്കണം. തുലാമും കർക്കിടകമായിട്ടാ. അതെ. ലഗ്നാധിപന്റെ സ്ഥിത്യംശകാദികളെ കൊണ്ടല്ലേ. ബുധന്റെ ദ്വാദശാംശം എവിടെയാന്ന് നോക്കിയാട്ടെ. ബുധന്റെ 8-4-48. ഏത് രാശിയാ? ബുധന്റെ 8-4-48. 8-4-48. ഏത് രാശിയത്? ധനുവല്ലേ? രാശിയല്ലേ? സ്വയോധന ധനരാശിയുടെ ആശ്രയഫലം എന്താ ബുധന്റെ? ധനുവിൻ്റെ മറ്റേ ഇതില്ല, എന്താണ് അത് സൂര്യനാണ്.
ആ നൃപസമ്മത നൃപസമ്മത പണ്ഡിതാർത്ഥവാക്യ നൃപസമ്മത രാജാവിന് സമ്മതനായിരുന്നു എന്നല്ലേ, ധനുവിൻ്റെ രാജാവിന് സമ്മതമായിരുന്നു എന്നല്ലേ. പണ്ഡിത പാണ്ഡിത്യം, ആപ്തവാക്യ പറഞ്ഞാൽ അത് ചെയ്യും. ആപ്തവാക്യം യഥാർത്ഥ വക്ത ആപ്തസ്തു യഥാർത്ഥ എന്നല്ലേ. ഇപ്പോൾ നവാംശകം സംരക്ഷണ സ്ഥാനത്ത് വന്നു എന്നല്ലേ. അതിലൂടെ സംരക്ഷകന്മാരുടെ ചരിത്രം, സംരക്ഷകന്മാരുടെ ആരായിരുന്നു സംരക്ഷിച്ചത് ഒക്കെ പൂർണ്ണമായിട്ടൊരു യുദ്ധത്തിൻ്റെ സ്വഭാവമുള്ള സ്ഥാനങ്ങളാണ്. അതെല്ലാം എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യവക്ത്ര അശ്വസമാനകായ ധനുർവികൃഷ്യ ആയതമാശ്രമസ്ഥ കൃതോപയോജ്യാനി തപസ്വിനശ്ച രക്ഷ എന്ന് പറഞ്ഞല്ലോ. രക്ഷപൂർവോ ധനുഷപ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു രക്ഷ. ധനുരാശി തന്നെ അതാണല്ലോ. ആ ആയോധനുർവി നഗര്യാദോ ധന്യുനി എന്ന് പറഞ്ഞല്ലോ. ആയോധനുർവി. അപ്പം ആ തരത്തിലുള്ള ഒരു ചരിത്രം ഈ മണ്ണിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ ഇടവരുന്നത്. ഇപ്പോഴാണ് വടക്ക് ഭാഗവും തെക്കു ഭാഗവുമായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളായിരുന്നു എന്നും, പിന്നെ തെക്ക് ഭാഗത്തെ ഇതാണ് ദേവകാര്യങ്ങൾക്ക് മുഴുവനും ദൈവികമായ കാര്യങ്ങളും മറ്റും പ്രധാനമായിട്ടുണ്ടായിരുന്നത് തെക്ക് ഭാഗത്തെ കുടുംബത്തിലാണ്. വടക്കേ കുടുംബമാണ് ദത്തമായത് എന്ന് വെച്ചാൽ വംശനാശം വന്നുപോയത് വടക്കേ കുടുംബത്തിനാണ് എന്നും വരും. വംശനാശം വരിക, ആ വംശം ഇല്ലാതെ പോവുക എന്നൊക്കെ വന്നത് വടക്കേ കുടുംബത്തിലാണ്. അതെല്ലാം പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം പറയപ്പെട്ട വിഷയം താന്ത്രികമായിട്ടും ഈ ദേവതയെ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ കണ്ട് പ്രതിഷ്ഠിച്ച ദേവതയല്ല അത്. അതാണ് നമുക്കിതിൽ നിന്ന് സംഗ്രഹിക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ പഴയ കാലത്തിൽ എങ്ങനെയാണോ ഈ ദേവതയെ ആരാധിച്ചത്, എന്തിനാണോ ആരാധിച്ചത്, ആ സമ്പ്രദായത്തിനനുസരിച്ചല്ല പ്രതിഷ്ഠാദി കാര്യങ്ങൾ നടത്തി അത് ഇപ്പോഴാരാധിക്കുന്നതെന്ന് വരും. ബുധന്റെ ഒരു വർഗവും ഇല്ലാതെ ബുധന്റെ ഒരു വർഗവും ഇല്ലാതെ സ്വയം. ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് വീട്ടിൻ്റെ അകത്ത് വെച്ച് ആരാധിച്ചൊരു ഭഗവതിയുണ്ട്. വീടിൻ്റെ ഗൃഹാന്തർഭാഗത്ത് ആരാധിച്ച ഭഗവതി. വീടിൻ്റെ അകത്ത് ആരാധിച്ച ദേവതയാണ്. ശ്രീചക്രം പോലെയോ, പിന്നെ ചന്ദ്രൻ ഏറ്റവും ഉച്ചസ്ഥനായിട്ട് ഉച്ചരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനല്ലേ. 27 നാഴികയുണ്ട്. 27 നാഴികയുണ്ട്. ഞാനിങ്ങനെ ഫലം പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഫലം പറയുന്നത് എന്നുള്ള അങ്ങനെയാ ഫലം പറയാൻ പറ്റുക? പൂർണ്ണാതിഥിയല്ലേ. പൂർണ്ണാതിഥിയിൽ ഉച്ചരാശിയിൽ പൂർണ്ണാതിഥിയിൽ വെച്ച് നിൽക്കുന്ന ചന്ദ്രനായിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശ്രീചക്ര സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെട്ട ദേവതയാണ്. ശ്രീവിദ്യാതന്ത്രത്തിൽ ശ്രീചക്രം വെച്ച് ആരാധിച്ച ദേവതയാണ് യഥാർത്ഥത്തിൽ. അതൊക്കെ നഷ്ടപ്പെട്ടു പോയിണ്ടാവും. ഇടവരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനല്ലേ. ഇടവരാശിയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉപാസനാ പദ്ധതിയെ ചിന്തിക്കുന്നതല്ലേ. 9-ൽ ശനിദൃഷ്ടി മാത്രം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രൻ. അതെ. നിസ്വസ്തേന നൃമാന്യഭൂപ അതെ. ജന്മേശോന്യൈ യദ്യ ദൃഷ്ടോർക്കപുത്രം പശ്യത്യാർക്കി ജന്മപം വാ ബലോനം ദീക്ഷാം പ്രാപ്നോതി.
ദീക്ഷാം പ്രാപ്നോതി സന്യാസയോഗമല്ലേ അത്? മറ്റ് ഗ്രഹങ്ങളുടെ യാതൊരു ദൃഷ്ടിയും ഇല്ലാതെ ചന്ദ്രൻ 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായ സന്യാസം എന്ന് പറഞ്ഞാൽ കാഷായം എടുത്ത് കാട്ടുപോവുക എന്നുള്ളതല്ല. ഗൃഹ്യധർമ്മത്തിൽ തന്നെ പൂർണ്ണമായ ഉപാസന പ്രാധാന്യത്തിൽ അതിശ്രേഷ്ഠമായ ഭഗവതിയെ ആരാധിച്ച് അതിശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തിയിട്ടുള്ള ഗുരുജനങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ശരിക്കൊരു പാരമ്പര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് 9ാം ഭാവത്തിലെ ചന്ദ്രന് 9ാം ഭാവത്തിലെ ചന്ദ്രന് സന്യാസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ചമൽക്കാരകാരൻ പറയാൻ കാരണം. ഇപ്പം ശനിദൃഷ്ടിയിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആവുന്ന സമയത്ത് ആ തരത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആചരണ പദ്ധതിയും അതൊക്കെ ഈ സുബ്രഹ്മണ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയുള്ള. അപ്പോൾ ചോദ്യം കുറച്ച് കടന്ന ചോദ്യമായതുകൊണ്ടാണ് ഇത്രയും ദീർഘിക്കേണ്ടി വന്നത്. ശൈവാഗമത്തിൽ ഉണ്ടായ ദേവതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈവാഗമത്തിലാണ് സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രാധാന്യമെങ്കിലും ഈ ആഗമതത്വം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഇവിടെ ആരാധിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് സ്പഷ്ടമാണത്. ലേഖനി എന്നല്ലേ? ലേഖനി എന്ന് പറഞ്ഞാൽ എഴുത്താണിയല്ലേ? അങ്ങനെ ഒരു ദത്തിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെ, നോക്കാം. സാന്നിധ്യ ക്ഷേത്രബിംബാണി ത്രീണി ലഗ്നേന ചിന്തയേത്. സാന്നിധ്യം, ക്ഷേത്രം, ബിംബം. ഈ കിഴക്ക് ഭാഗത്ത് അങ്ങനെ വിശിഷ്ടമായൊരു ജലാശയം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയിലില്ലേ? അത് ഈ കിഴക്ക് ഭാഗത്താണോ അത്? അതിൻ്റെ കിഴക്കോട്ട് മുഖദർശനായിരുന്നു. അതെ. കിഴക്ക് ഭാഗത്ത് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നോ? അല്ല, അതിൽ നമുക്ക് കിഴക്കോട്ട് ഭൂമി ഉണ്ടായിരുന്നു എന്നാ? അല്ല, ക്ഷേത്രത്തിൻ്റെ ഒന്നുമില്ല, തറവാട്ടിൻ്റെ.
ഉണ്ടായിട്ടുണ്ട്. അതെ. അതെവിടെയായിരുന്നു? വടക്കാണോ വടക്ക് കിഴക്കാണോ? പാരമ്പര്യ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. പഴയ രാജ. അത് ശരി. ഇപ്പോൾ നമുക്ക് ഈ ഒരു വടക്ക് കിഴക്ക് എന്ന് പറയുന്നല്ലേ മീനരാശി. താമ്പൂലത്തിൽ നിന്നിപ്പോൾ അത് ബാധാസ്ഥാനായിട്ട് വന്നല്ലോ. അത് കിഴക്ക് എന്ന് പറയുന്നല്ലേ ഇപ്പം മീനൻ രാശി. നമുക്ക് താമ്പൂലത്തിൽ നിന്ന് ബാധാസ്ഥാനായിട്ടുള്ള മീനരാശി വടക്ക് കിഴക്കാണല്ലോ. അവിടെ ഒരു ചരിത്രം നശിച്ച സ്ഥലമാണെന്ന് നമ്മൾ, ഒരു ചരിത്രത്തിൻ്റെ നാശമുണ്ടായ അത് ഈ അടുത്ത സ്ഥലം തന്നെയായിരിക്കുമോ? അത് അടുത്ത സ്ഥലം തന്നെയായിരിക്കുമോ? ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്ന അടുത്ത സ്ഥലം തന്നെയല്ലേ? തന്നെയാ. അത് നമുക്കൊന്ന് കണ്ടുവയ്ക്കാം. അത് കണ്ടുവയ്ക്കണം. അല്ല, ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. മീനരാശി എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കല്ലേ സ്ഥാനം? വടക്ക് കിഴക്കല്ലേ സ്ഥാനം? വിഷ്ണുവിൻ്റെ ഉപാസകന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരും രാജാവും താമസ സ്ഥാനമാണ് അത്. വിഷ്ണുവിൻ്റെ ഉപാസകന്മാരായിട്ടുള്ള വൈഷ്ണവോപാസകന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരും രാജാവും താമസിച്ച സ്ഥാനമാണത്. കണ്ടുവയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഈ സുബ്രഹ്മണ്യനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ കളരിയുടെ ആചരണം ഒന്നും കേട്ടില്ല. കളരി ഇപ്പോൾ എവിടെയാണുള്ളത്? കർക്കിടകസ്യ രാശേ. ഇപ്പോൾ കർക്കിടകത്തിൻ്റെ മധ്യരേഖാണത്തിൽ ഉപേക്ഷിച്ച ഒരു സമ്പ്രദായമല്ലേ ശാഖാമ്പലാശി സമസ്യതാച്ച. അപ്പോൾ ആ ദ്രേക്കാണത്തിൽ തന്നെ നാഗങ്ങളുടെ വിഷയം, നാഗാലയത്തിൻ്റെ വിഷയമുണ്ട്, ഭഗവതിയുടെ വിഷയമുണ്ട്. അപ്പം ഭഗവതിയുടെ കാര്യം ഗൃഹാന്തർഭാഗത്ത് വെച്ച് ശ്രീവിദ്യോപാസന എന്ന് പറയുന്ന ശാക്തേയ സമ്പ്രദായത്തിൽ ഭുവനേശ്വരി എന്ന് പറയുന്നത് അതിൻ്റെ തരം താഴ്ത്തലാണ്. ശാക്തേയ പൂജ എന്ന് പറഞ്ഞാലാണ് ശരിക്കും. അതിപ്പോൾ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു. ആരൂഢത്തിൻ്റെ ഈ ചന്ദ്രന്റെ അംശകം ഈ ബാധാസംസ്ഥ ശശനജരവും ധർമ്മദേവസ് അങ്ങനെ ധർമ്മദേവം. അതൊന്ന് വിശദമായിട്ടൊന്ന് കിട്ടണം ആ വിഷയത്തെക്കുറിച്ച്. അല്ല, വിശദമായിട്ട് കിട്ടുകയെന്നല്ല, വിശദമായിട്ട് നമ്മൾ ചാർട്ട് എഴുതി തരും. ചെയ്യേണ്ടത് നിങ്ങളാന്ന് മാത്രം.
ചന്ദ്രൻ ബാധയിലല്ലേ, ചന്ദ്രൻ ബാധയിൽ അംശയിച്ചുണ്ടല്ലോ, അത് ഉപാസന സ്ഥാനം. ഇന്നിപ്പോൾ ഇരുട്ടത്തല്ല, അല്ല ഇന്നിപ്പോൾ ഇരുട്ടത്തനല്ലേ പറയാം, ശനിദൃഷ്ടി ചന്ദ്രന്. എന്താണ്, എങ്ങനെയാണ് നമുക്കത് ക്ഷേത്ര സമ്പ്രദായത്തിൽ ഇപ്പം ഇനി അതേ നിവൃത്തിയുള്ളൂ. ഇപ്പം പിന്നെ പഴയയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വീടിൻ്റെ അകത്ത് വെച്ച് ഭഗവതി ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗൃഹാന്തർഭാഗത്ത് ചെയ്ത ഗൃഹ്യമായ ദേവതകളുടെ സ്വഭാവം മുഴുവനും ക്ഷേത്രാന്തരീക്ഷത്തിൽ എങ്ങനെ ആരാധിക്കാം എന്നാണ് ഇനിയിപ്പോൾ നമ്മൾ ചിന്ത ചെയ്യേണ്ടത്. അങ്ങനെയാണ്. കാരണം ക്ഷേത്രമായിപ്പോയി, ക്ഷേത്രമായിപ്പോയി. ആ ക്ഷേത്രമായി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, ക്ഷേത്രമായി എന്ന് പറയുന്നതിൽ ദോഷമൊന്നും കണ്ടില്ല. ആ ആ അതാണ് പോയി നോക്കുക. രണ്ടാമത്തെ പത്രം ഗംഭീരപത്ര. സംരക്ഷണ സ്ഥാനം ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാരസ്പരികമായിട്ടുള്ള ഐക്യം അത് കുടുംബത്തിൻ്റെ അകത്തായാലും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായാലും എല്ലാത്തിലും ഈ അസ്വസ്ഥത വരാൻ സാധ്യത വളരെ ഗൗരവമായിട്ടുണ്ട്. അത് സംരക്ഷണ സ്ഥാനപതിയായിട്ടുള്ള ഗ്രഹം 10ാമത്തെ രാശിയിൽ വർഗോത്തമാംശം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട്. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിന് ജനപദങ്ങളോട് ചേർന്നുകൊണ്ട് അങ്ങനെ തന്നെ വന്നല്ലോ. 2ാം ഭാവാധിപൻ 9ാം ഭാവാധിപൻ ജനപദ സ്ഥാനപതി ഒരുമിച്ച് തന്നെ വന്നല്ലോ. നന്നായിട്ടുണ്ട്, നല്ലതാണത്. ആ ജനങ്ങളുടെയും കൂടെ ഭക്തജനങ്ങളുടെയും കൂടെ കൂട്ടായ്മയോടുകൂടെ പ്രവർത്തിക്കുക എന്ന് പറയും, നന്നായിട്ടുണ്ട്. അത് കുടുംബത്തിലേക്കും ഐശ്വര്യമാണ്, ദേശത്തേക്കും ഐശ്വര്യമാണ്. അതെ. പിന്നെ അഷ്ടമത്തിൽ ചന്ദ്രൻ പാപദൃഷ്ടനായിട്ട് നിൽക്കുമ്പോൾ കാലദോഷമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണത്. അഷ്ടമത്തിലെ ചന്ദ്രൻ പാപദൃഷ്ടനാണല്ലോ. സംരക്ഷണം എന്ന് പറഞ്ഞാൽ സംരക്ഷണ സമിതി, ഇതിൻ്റെ ഭരണീയ പ്രവർത്തകന്മാർ, അവരിലേക്ക് കാലദോഷമുണ്ട്. അതിപ്പം ദേശത്തേക്കൊക്കെ വരും. ഏത് രാശിയിൽ നോക്കിക്കഴിഞ്ഞാലും ആ ദോഷം നിലനിൽക്കുന്നുണ്ട്. അത് ചില ഗൗരവമേറിയ അസുഖങ്ങൾ മഹാവ്യാധയോ ഭീതയോ എന്ന് പറഞ്ഞല്ലോ. മഹാവ്യാധയോ ഭീതയോ വാരിഭൂത എന്ന് പറഞ്ഞല്ലോ. മഹാവ്യാധി എന്നവിടെ ഉപയോഗിച്ചല്ലോ ആചാര്യൻ. മഹാവ്യാധി എന്ന് പറഞ്ഞാൽ മാറാൻ പ്രയാസമുണ്ടെന്ന് തോന്നുന്ന വ്യാധികളല്ലേ. ശശി ക്ലേശകൃത്ത് സങ്കടാന്യഷ്ടമസ്ഥ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ പ്രവർത്തകന്മാരിൽ തന്നെ ആരോഗ്യപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ കുടുംബത്തിലായാലും കുടുംബസ്ഥാനമായിട്ടാണ് അത് വന്നത്. അതിൻ്റെ അഷ്ടമത്തിൽ ഗുളികനാണ്. ശനിദൃഷ്ടിയൊക്കെ വരുന്ന സമയത്ത് ഈ പിന്നെ ദുർമരണാദി ലക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഇതുണ്ട്. ദേശത്തേക്കായാലും സംരക്ഷണ സമിതിയിലായാലും എല്ലാത്തിലേക്കും അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ കുടുംബവും നാട്ടുകാരും ചേർന്ന രൂപത്തിൽ തന്നെയല്ലേ പ്രവർത്തനം. ജനപദ സ്ഥാനപതിയും പാരമ്പര്യവും ജനങ്ങളും കൂടെ ചേർന്നല്ലേ ഇപ്പോൾ ഭരണീയ കാര്യങ്ങളൊക്കെ ചെയ്യും.
കമ്മിറ്റി അല്ല ആ ആ സെക്രട്ടറി കുടുംബ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ കമ്മിറ്റി ഉണ്ടോ? കുടുംബത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൽ കമ്മിറ്റി. രണ്ടുപേരും കൂടി ചേർന്ന് ചേർന്ന് പ്രവർത്തിക്കണം. അത് നിർബന്ധമായിട്ടും വേണ്ടതാ കേട്ടോ, നിർബന്ധമായിട്ടും വേണ്ടതാ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ദേവനെ നമ്മൾ അന്യമാക്കുന്ന പോലെ വന്നു പോകുന്നത്. ദേവത നമ്മുടേതല്ല എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് വന്നു പോകും. അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. അവർക്ക് നമ്മുടേതല്ല ദേവത, അത് ദേശത്തിൻ്റെ ക്ഷേത്ര എന്നുള്ള ചിന്ത വന്നു. ഇത് സ്വകാര്യമായിരുന്നു എന്നുള്ളൊരു ബോധം അവർക്ക് എപ്പോഴും വേണ്ടതുണ്ട്. ഇപ്പോൾ തറവാട്ടുകാരുടെ മുഖ്യമായൊരു പങ്കാളിത്തം ഇതിൻ്റെ പ്രവർത്തനത്തിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കണം. അതിന് തുല്യമായിട്ട് ജനങ്ങളുടെ സഹകരണവും കൂടി ഉണ്ടാകുമ്പോഴേ വ്യക്തമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അത് ഇന്നത്തെ നിവേദ്യാചരണാദി വിഷയങ്ങളിലേക്ക് ഗൗരവമായൊരു ദോഷം ഇല്ല. 3-ാം ഭാവാധിപൻ ലഗ്നഭാവത്തിലുണ്ട്. അഷ്ടമാധിപനും 3-ാം ഭാവാധിപനും ഒരേ ഗ്രഹമായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ദോഷമായിട്ടുണ്ടോ? അത് അതുകൊണ്ടെന്താ? അല്ല അതല്ല തൃതീയവേവാമയോദേഷ്ടമേവാം ബ്രൂയാൽ അത് അമ്ലോപദം ശോധപടവലകാര സാമാന്യമായ നിയമം എന്താ? ശവാരിദുഷ്ടം ശിഖിമാണ്ടി സർപ്പൈ. അതല്ലേ ദോഷം? അല്ല ഇപ്പോഴുള്ള നിവേദ്യല്ലേ? അവിടെ ചന്ദ്രൻ്റെ ദൃഷ്ടി വരുന്ന സമയത്ത് സാമാന്യേന നിവേദ്യാചരണം വ്യക്തമായിട്ടുമുണ്ട്. കേതുവിൻ്റെ യോഗം വരുമ്പം നിവേദ്യ പദാർത്ഥത്തിൽ അശുദ്ധാവുന്ന നിവേദ്യ പദാർത്ഥങ്ങൾ അശുദ്ധിയാവുന്ന പറയാം അടുത്തത് വെള്ളത്തിൽ അശുദ്ധി ഉണ്ടോ? വെള്ളത്തിൽ അശുദ്ധി അതെ, കേതു നിൽക്കുന്നുണ്ട്. തിടപ്പള്ളിയെ സംബന്ധിച്ച് നിവേദ്യം പാകം ചെയ്യുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് ഒരു ചർച്ച വേണ്ടത്. അതെ, ഛത്രാശിയും കൂടിയായിട്ട് കേതു നിൽക്കുന്നുകൊണ്ട് നിവേദ്യം പാകം ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും സ്വസ്ഥമല്ലാത്ത ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. തിടപ്പള്ളിയിൽ ഒരു ഇതൊന്നുമില്ല. എല്ലാവരും തിടപ്പള്ളിയിൽ പാത്രം സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. നേദ്യം കടുക്കി വെച്ചാലും നമ്മൾ അറിയാതെ തന്നെ നേദ്യമൊക്കെ എടുത്തിട്ട് പോകും. നേവിക്കാത്ത നേദ്യം എടുത്ത് പോയ ചരിത്രം, നേദിക്കാൻ വേണ്ടി എടുത്തു വെച്ച നേദ്യം കാണില്ല. എത്ര പറഞ്ഞാലും അത് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. തിടപ്പള്ളിയിൽ ആളുകൾ പ്രവേശനം ശുദ്ധായി വൃത്തിയായി വെക്കണം എന്ന് പറഞ്ഞാലും ആളുകൾക്ക് നേദ്യം എടുക്കാൻ പോകും. നേദ്യം ഉണ്ടാവും, അത് കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയാൻ കേട്ടിട്ടില്ല. സൗകര്യക്കുറവല്ല, സൗകര്യമൊക്കെ ഇഷ്ടംപോലെ. സൗകര്യമൊക്കെ നല്ല സൗകര്യത്തോടുള്ള ഓർമ്മ. അവർ മാത്രം അതല്ല, ഓർമ്മയുള്ള ആളുകൾ തന്നെ
അതൊന്ന് നേരെയാക്കിയ പ്രശ്നം തീർന്നു. അത് എല്ലാവരുടെ വ്യക്തത. അവര് വരുന്നത് അതിനങ്ങനെ ബോധത്തോടു കൂടിയല്ല വരുന്നത്. നമ്മൾ കൃത്യത നമ്മളോട് അവര് വിഷമം പറയാം. സ്വാമി അതൊക്കെ ഉണ്ടാവില്ല, ഇപ്പൊ ആ കാലത്ത് അതൊക്കെ നോക്കാൻ പറ്റുമോ വെച്ചാൽ എന്താ പറയാ. പിന്നെ നേദ്യാദി സമേതങ്ങളിൽ നമ്മൾ അതിനൊരു തടസ്സം വെക്കാറുണ്ട്. അതൊക്കെ മറികടന്ന ആൾക്കാർ വരും. അതിനവിടെ ആളെ നിർത്തിയാലും അവരോടൊക്കെ കയർത്തിച്ച ആൾക്കാർ വരും. അത് വരുന്നതൊരു ശരിക്കും പറഞ്ഞ ഒരു സ്വഭാവത്തിലല്ല. അതാണ് വേറെ വിഷയം. അങ്ങനെ വരുമ്പോ പിന്നെ ദേവീജ അവിടെ നടയടച്ചു കഴിഞ്ഞാലും ആൾക്കാർ അതിനുള്ളിൽ കയറി. ദേവീജ സമയത്ത് ഒരു പ്രൈവസി ഇല്ല. അതായത് വിചാരിക്കും ദേവൻ തമ്മിലൊരു പ്രൈവസി ഉണ്ടല്ലോ, കുറച്ച് അതില്ല. അതെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചന്ദ്രദൃഷ്ടിയിലോണ്ട് കിണറിലും എല്ലാവരും ഉപയോഗിക്കാറുണ്ടോ? കിണറും ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്. അതില് അതും ഇതേപോലെ വരുന്നവരൊക്കെ വെള്ളം മുക്കിക്കൊണ്ടിടുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും തീരുമാനിച്ചിട്ട് ഒരു അടപ്പൊക്കെ ഇട്ടത്. അടപ്പൊക്കെ ഇട്ട് വെച്ച് ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാറ്. പക്ഷെ അതിന് മുമ്പൊക്കെ എടുത്തോണ്ടിരുന്നു. നാല് പ്രാസാദ മണ്ഡപാദീനി ഉപവിശ്മാനി വാഹനം ക്ഷേത്രപ്രദേശം. 4 ഗുളികൻ നിൽക്കുന്നുണ്ട്. ഗുളികെ അഖഭാജാം എന്നല്ലേ? ഈ ശ്രീകോവിലിൽ അങ്ങനെ ശുദ്ധമല്ലാത്ത ആരെങ്കിലും കയറി? അതും ഇല്ലാകില്ല. അത് 1-2 പ്രാവശ്യമൊക്കെ നമ്മളെ തുറന്ന നടയല്ലേ, വലിയൊരു സ്ഥലമല്ലേ, ചെറിയ ഏരിയയുള്ള സ്ഥലമല്ലേ. നമ്മൾ ചിലപ്പോൾ തിടപ്പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അത് അങ്ങനെ ഒരു ചില ഭക്തര ഇല്ലാത്ത സമയങ്ങളുണ്ടാവുമല്ലോ. ആ സമയത്ത് പൂച്ചയൊക്കെ കയറി പോകും. പൂച്ച കയറി, പ്രാവ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ കയറാറുണ്ട്. ഇതൊക്കെ തന്നെ, അല്ലാതെ വേറെ അശുദ്ധികൾ. പിന്നെ ഈ തമിഴ് ആചാരപ്രകാരത്തുണ്ട് നമ്മളെ കുറേ അടിമക്കാരൊക്കെ തമിഴ് നിന്ന് വരുന്നത്. അവര് ക്ഷേത്രത്തിനുള്ളിൽ കയറി അവർക്ക് തന്ത്രി പൂജ കേരള വിധി ശുദ്ധാതിരിച്ചത് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അവർക്ക് അറിയില്ല. അവർ ചിലപ്പം അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഗണപതിൻ്റെ മുഖത്തിൻ്റെ നടയിലൊക്കെ അവർ കയറി മാലയിടും. അവർ കയറി അതിൻ്റെ ദേവീദ്യങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന് നേദിക്കണം എന്ന് പറയും. കൊണ്ടുവന്ന് നേദിക്കാറില്ല, അത് പുറത്ത് വെച്ചിട്ട് നേദിച്ചു കൊടുക്കാറുണ്ട്. നമ്മളറിയാതെ കയറിയ ആൾക്കാരുണ്ട്. അതെ, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശനിദൃഷ്ടിയോടെ നിൽക്കുന്ന അതിന്റെ ഗൗരവമായ ദോഷം പറയേണ്ടതില്ല. വ്യാഴദൃഷ്ടികളോ ഇപ്പോഴുള്ള മുഖമണ്ഡപം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രാസാദം നിർമ്മാണത്തിനെ സംബന്ധിച്ചോളം പൂർണ്ണമാണെന്ന് പറഞ്ഞുകൂടാ. എന്നാലും ദോഷാരോപണത്തിനുള്ള വകുപ്പ് അത്ര കണ്ടുണ്ടോയെന്ന് സംശയമാണ്. ദോഷാരോപണത്തിനുള്ള വകുപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന 4ലേക്ക് വന്നു. അതെ, അതുകൊണ്ടാണ് പറയുമ്പോൾ ബാധകാധിപൻ്റെ ദൃഷ്ടി എന്നുള്ളത് അതെ അസ്വസ്ഥാവുമല്ലോ. അതെ, ഗുളികന് ചൊവ്വാശനിമാരുടെ ദൃഷ്ടിയുള്ളപ്പോൾ 4-ാം ഭാവം ബാധകാധിപൻ്റെ ദൃഷ്ടിയോടുകൂടി വന്നാലൊരു ദോഷം പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ ആ നിയമം പ്രവർത്തിക്കില്ല അവിടെ. നമ്മുടെ സ്വച്ഛാധിസ്ഥാന എന്നുള്ള ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല. അത്രയും ക്ലിയർ ആണെന്ന് പറയാൻ പറ്റും. അല്ല, സ്വച്ഛാധിസ്ഥാന വീര്യാന്വിത ശുഭഗജര ലഗ്നക കാമഗാവ. അതെ, വീര്യാന്വിത
ഭൂമാവ് ഉത്കൃഷ്ട ശില്പാൻ ശില്പ വീര്യാനിത സുദൃഢതര സ്വാലയ സൗദമുഖ്യ യാവന്ത കേന്ദ്ര സംസ്ഥ നിഖില സവിധ സത്മചിന്താ സുഖേട താവന്ത സന്ധിവാസ വിവിധ ഗുണേരന്യതേ ഭിക്ഷു സംസ്ഥാഹ. ആ നിയമം കൊണ്ട് എന്താ പറയേണ്ടത് ഇവിടെ? അത്തരത്തിലുള്ള ഗുണങ്ങൾ വല്ലതും ഇതിലേക്ക് ഉണ്ടോ എടുത്തു പറയാൻ? ഗുണമുണ്ട്. രണ്ട് പുതിയ നിർമ്മാണം, രണ്ട് കാര്യത്തിന്റെ പുതിയ നിർമ്മാണം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും. പുതിയ നിർമ്മാണം വ്യാഴവും ശുക്രനും. അല്ല, ഇതിപ്പോ ഉപയോഗിച്ച പ്രമാണം സ്ഥാനവീര്യാനിത ശുഭകര ലഗ്നക കാമകാവ ഭൂമാ ഉത്കൃഷ്ട ശില്പാന്യത സുദൃഢതര സ്വാലയ സൗധമുഖ്യ കഴിഞ്ഞു. പിന്നെ എന്താ പറയുന്നത്? യാവന്ത കേന്ദ്ര സംസ്ഥ നിഖില ബലയുധ സത്മചിന്താസു ഖേടാഹ താവന്ത സന്ധിവാസ വിവിധ ഗുണഗണൈരന്യത ഭിക്ഷു സംസ്ഥാഹ എന്ന് പറയുമ്പോൾ അവിടെ വ്യാഴവും ശുക്രനും തന്നെയാണ്. 4-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിലെ ശുക്രൻ ഉള്ളതുകൊണ്ട് രണ്ട് നവീന സമ്പ്രദായത്തിലുള്ള ഗുരു കർമ്മകേ മന്ദിരം ചിത്രശാലമായ മന്ദിരം. അങ്ങനെ ഒരു രണ്ട് പദ്ധതി ഇപ്പൊ നടപ്പിലുണ്ടാവണം. രമ്യഞ്ചാലേഖ്യഗ്രഹം ശുക്രനെ അതെ. ദേവപ്രതിഷ്ഠയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവപ്രതിഷ്ഠ ആയിരിക്കണമെന്നില്ല. ഈ 10-ാം ഭാവമായതുകൊണ്ട് ഉത്സവം, പിന്നെ ഇവിടുത്തെ ആഘോഷകാര്യങ്ങൾ, പിന്നെ പാട്ട്, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു സ്ഥാനമായിട്ടാണ് അത് വരാൻ. 4 ശുക്രന്റെ യോഗം. അതെ, ഭാതയില് 4-ാം ഭാവത്തിൽ നിന്ന്. അതെ. അത് നോക്കാം. ഞാൻ ഉപദേവതാ കാര്യമല്ല, രണ്ട് പുതിയ പദ്ധതി ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് ദേവൻ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ആലോചിച്ചില്ലേ? അല്ലേ? രണ്ട് കാര്യമുണ്ട്. അത് ദേവാലയങ്ങളല്ല. ദേവാലയത്തിനോട് മണ്ഡപം പോലെയുള്ള ഒന്ന് പടിപ്പുര, പിന്നെ അവിടെ ഒരു ഓഫീസ് കെട്ടിടം മേലേക്ക് ഒന്ന് ഉയർത്തിയിട്ട് അതിലുള്ള കാര്യങ്ങളാണ്. നിലനിൽക്കുന്നതിലേക്ക് ദോഷം വല്ലതും ചിന്തിക്കും. അതാ ചോദിച്ചത്. ആ പ്രമാണത്തിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, 4 ഗുളികൻ അവിടെ മറ്റേ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റുമോ ചോദിച്ചു നോക്ക്. സാധിക്കും. നിർമ്മാണ പ്രവർത്തനം ചെല്ലിയ പ്രകരണത്തിൽ തന്നെയാണല്ലോ ദോഷത്തിന്റെ പ്രകരണവും പറഞ്ഞത്. പുതിയത് നിർമ്മിക്കുമെന്ന് സ്വച്ഛാധിസ്ഥാന വീര്യാന്യുത ശുഭകജരാലഗ്നക കാമകാവ എന്ന്. ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല. അല്ല, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാ. ഒരു പ്രമാണത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഭാവിയിൽ നിർമ്മിക്കും എന്ന് പറയുന്ന സമയത്ത് ഇന്നുള്ളതിൽ ദോഷമുണ്ടോ എന്ന് ചിന്തിക്കാൻ അതിന്റെ അതേ പ്രകരണത്തിൽ നിയമമുണ്ടല്ലോ. അന്ന് ചൊല്ലിയോ ശനിനാശനി ജയനമ സുഖേ സഹിതേ അതുണ്ടല്ലോ. നിർമ്മിച്ചു വെച്ചതിൽ 2 കാര്യങ്ങളിൽ ദോഷമുണ്ട്. ഇപ്പം നിർമ്മാണ പദ്ധതിയൊക്കെ കഴിഞ്ഞതിൽ 2 ദോഷമുണ്ട്. അത് ഏതിനാന്നുള്ളത് പറഞ്ഞ് അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ പുതിയ നിർമ്മാണങ്ങൾ 2 ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിലനിൽക്കുന്നതിൽ 2 കാര്യങ്ങളിൽ ദോഷമുണ്ട്. അത് ചിന്തിച്ച് പരിഹരിക്കേണ്ടതാണ്. ഈ 4 പ്രേതാത്മാക്കളുടെ ഉപദ്രവം ഇവിടെയുണ്ട്. 4 പ്രേതാത്മാക്കളുടെ ഉപദ്രവം
ഗുളികൻ്റെ 4 അംശങ്ങൾ. ആ, ഗുളികൻ്റെ 4 അംശമെന്നോ എന്തെങ്കിലും പറയാതെ അത് ഇനി പറയുമ്പോഴാണ് അംശകാണോ നോക്കേണ്ടത്. അതിൽ 2 ദുർമരണ. ആ 2 1 സ്ത്രീയാണ്. ഈ ശനിദൃഷ്ടനായിട്ടുള്ള ഗുളികനാണ്. ആ, ശനിദൃഷ്ടനായിട്ടുള്ള ഗുളികൻ. പിന്നെയോ ചൊവ്വാദൃഷ്ടനായ ഗുളികൻ. അവിടെ ദൃഷ്ട്യാ സമാനം പ്രവദേശിക്കാം എന്ന് ഉള്ള യോനി ജന്മത്തിലെ സാധനമാണ് ഇവിടേക്ക് എടുക്കുന്നത്. ഗുളികസ്യ ജൈവം അസതാം പ്രേതാസ്തു ദുർമൃത്യവോ എന്നതാണ് 2 ദുർമൃതിയുടെ വിഷയം. അതൊന്ന് നോക്കിയിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് നോക്കി വയ്ക്കാം. അതിൽ എന്താ അങ്ങനെ ഒന്ന് ആത്മഹത്യയാണ്, ഒന്ന് കൊലപാതകമാണ്. ഈ മാന്ദേശ്ചൽ പ്രേതേഷ സവിരഹതയാ ദുഃഖിത അതെ, ചൊവ്വയും ശനി. ഇനി ബാക്കിയൊക്കെ നിങ്ങളായിക്കോളി. ചർച്ച ചെയ്യാം. ഇത് 4 പ്രേതാത്മാക്കളിൽ 2 സംബന്ധിച്ചോളം ബാധാദോഷം മാത്രമേ ഉള്ളൂ. ബാക്കി 2 ദുർമരണമാണ്, 1 ആത്മഹത്യയാണ്, 1 കൊലപാതകമാണ്. എവിടെയാണ് എന്താന്നൊക്കെ നോക്കിയിട്ട് സാന്നിധ്യം അഭിബിംബം ച പഞ്ചമേന. വടക്ക് ഭാഗത്ത് ദേവസ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ദിക്കിൽ നമുക്ക് വെറുതെ ഒരു കാര്യം മാത്രം പറഞ്ഞത് വിട്ടേക്കാം. ഒരു വിഷ്ണുവിൻ്റെ ആരാധന നശിച്ച സ്ഥലമാണ് എന്നുള്ളതാണ്. അത്യുർവീശനാണ് ബുധൻ മകരരാശിയിലേക്ക്. പിന്നെ അത്യുർവീശ നരേന്ദ്ര പണ്ഡിതധനി ദ്രവ്യോ ന ഭൂപാ മൃഗേ എന്നല്ലേ മകരത്തിലേക്ക് അത്യുർവീശൻ. ഈ ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള അധിപതിയായിട്ടുള്ള ഗ്രഹം വിഷ്ണു ആയിരുന്നു. അത് ഈ ഭാഗത്താണത് ഉണ്ടായിരുന്നു. അത് രാജദേശാനായിട്ട് വല്ല ബന്ധമുണ്ടോ? അത്യുർവീശൻ എന്ന് പറഞ്ഞാൽ തന്നെ രാജാവാണ്. രാജകീയമായ കാലഘട്ടത്തിൽ ഉണ്ടായതായിരിക്കും. അത് ചരിത്രവും കൂടിയാണ്, ഇതിൻ്റെ പൂർവ്വ ചരിത്രവും കൂടിയാണത്. അത് നമുക്കൊന്ന് കണ്ടുവച്ചാൽ മതി. അത് വേറെ എന്താ പ്രായശ്ചിത്തം എന്നുള്ളതൊക്കെ നോക്കാതെ. ഇപ്പോൾ ഇവിടെ ഈ ദേവയാനി വള്ളി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് ആരാധിക്കുന്നത്. അങ്ങനെ ആയിരുന്നോ പൂർവ്വകാലത്തെ ആരാധന എന്നാണ് നമ്മൾ നേരത്തെ സംശയിച്ചത്. അപ്പോൾ അങ്ങനെ ആയാലും അല്ലെങ്കിലും ഇന്ന് ആരാധിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള പിന്നത്തെ ഇന്ന് ആരാധിക്കുന്നതിൽ വള്ളി ദേവയാനി സമേതൻ എന്ന അങ്ങനെയല്ലേ? ദേവയാനി വള്ളി സമേതനല്ലേ സുബ്രഹ്മണ്യൻ? മുമ്പുള്ള കാര്യമല്ലേ അറിയണ്ടേ? ദേവയാനിയെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ വള്ളി? അപ്പൊ എങ്ങനെയാ വള്ളി മുന്നിൽ വരിക? അത് എല്ലാ സ്ഥലത്തും പറയുമ്പോ അങ്ങനെ അത് ഭാഷയുടെ സുഖാണത്, പറയാനുള്ള സുഖമാണ്. ദേവയാനി വള്ളി സമേതനാണ്.
വള്ളി എന്ന് പറയുന്നത് കാട്ടിലെ കാട്ടുമൂപ്പൻ്റെ മകളല്ലേ അത്? ദേവയാനിയോ? ദേവേന്ദ്രൻ്റെ മകളാ. രണ്ടുപേരും ജേഷ്ഠാനിയത്തിമാരാണ്. മംഗല്യം കഴിഞ്ഞാൽ എൻ്റെത് കഴിക്കുള്ളൂ എന്നുള്ള. അതെ അതെ. ദേവയുദ്ധം ജയിച്ചതിന് ശേഷം ദേവയാനിയെ കല്യാണം കഴിച്ചതല്ല, ദേവേന്ദ്രൻ കൊടുക്കുകയാണ്, കന്യാദാനം ചെയ്തതാണ്. യഥാർത്ഥത്തിൽ കന്യാദാനം ചെയ്തതല്ലേ. ദേവയുദ്ധം പിന്നെ അസുരന്മാരെ പൂർണ്ണമായിട്ടും ദേവതകളുടെ സേനാനിയായിട്ട് നിന്ന് പൊരുതി നശിപ്പിച്ചതിന് ശേഷം പിന്നെ അല്ലേ, അങ്ങനെയല്ലേ നിയമം? ഇപ്പം ദേവയാനി വള്ളി സമേതനല്ലാതെ ഈ ഉഭയോദയെ പ്രസൂതോ ചന്ദ്രേ പിബയോശ്രിത വംശരാശോവ യമളാംശേജായേശേ ഗ്രഹയുക്തേ ദ്യൂനവേ ബലിനി പ്രഭതേൽ ഭാര്യാദുദയം ഹൃദയം ദുച്ഛാദി ഗുണവിശേഷേണ. അല്ല, അത് തെറ്റില്ല. ചന്ദ്രനൊക്കെ രാവിലെ പ്രാഗ്ലഗ്നേതന്തുരാശം എന്നൊക്കെ പറയുകയും ചെയ്തല്ലോ. അതെ. ലഗ്നേന്ദുജാമിത്ര തദേഹ ശുക്രേ. അല്ല, ഈ വിഷയം രണ്ട് വിവാഹം കഴിച്ചോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്ന. എൻ്റെ ചോദ്യം വളരെ വ്യക്തമായ കാര്യമാണ്. ഈ സുബ്രഹ്മണ്യൻ പൂർവ്വകാലഘട്ടത്തിൽ വള്ളി ദേവയാനി സമേതനായിട്ട് ആരാധിക്കപ്പെട്ടതാണോ എന്നാണ് ഒന്ന്. അത് ആണോ അല്ലയോ എന്നുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ദേവനെ തന്നെ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്, അതിൽ തെറ്റുണ്ടോ എന്നാണ്. ഈ രണ്ട് കാര്യവും വളരെ വ്യക്തമാണോ? ബിംബസ്ഥാനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശനി ബലവാനാണ് എന്ന് ഉണ്ടല്ലോ. അത് ബലവാനാണ്, വക്രബലവാനാണ്. ദിഗ്ബലവും ഉണ്ട്, വക്രബലവും ഉണ്ട്. അതുകൊണ്ട് ശത്രുക്ഷേത്രാംശകം ഉണ്ടെങ്കിലും പിന്നെ ആ ശത്രുക്ഷേത്രാംശകത്തിൻ്റെ വിഷയമാണ് നമുക്ക് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഇത് എന്ന് വരും. ലഗ്നത്തിലേക്ക് ദുഷ്ടനായിട്ടുള്ള ശനി താമ്പൂല ലഗ്നത്തിൻ്റെ ദേക്കാണപതിയായി തീരുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കാൻ ശക്തമാണല്ലോ. അതെ, ഫലദാനത്തിന് ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ആരാധനായോഗ്യമായിട്ടുള്ള വിഗ്രഹം തന്നെയാണ്. അതെ. ഗ്രഹോദയോ എത്ര ആവട്ടെ. അത് തൽക്കാലം പ്രശ്നത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. എങ്ങനെ? ശനി അഞ്ചാം ഭാവാധിപൻ. മറ്റതിൻ്റെ പ്രകൃതിയിൽ ഭേദം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണല്ലോ. പൂർവ്വപ്രകൃതിയിൽ ഭേദം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണല്ലോ ഭാതാരാശിസ്ഥിതിയും ചൊവ്വാദൃഷ്ടിയും മറ്റുമൊക്കെ. അപ്പോൾ പണ്ട് സുബ്രഹ്മണ്യനെ ഇങ്ങനെയല്ല, പാരമ്പര്യം ആശ്രയിച്ചതും ഉപചരിച്ചതും ഈ പറഞ്ഞ ദേവയാനി വള്ളി സമേതനല്ല. അഥവാ അത് ആയുധ സംബന്ധിയായി യുദ്ധദേവതയായിട്ട് ആരാധിച്ചു എന്ന് പറയേണ്ടതാണല്ലോ. അതെ അതെ. പിൽക്കാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ട് ഇവിടെ ആരാധിച്ചു വരുന്നതായ ഈ സ്ഥാനത്തുള്ള ആരാധനാ പദ്ധതി യോഗ്യമാണോ അല്ലയോ എന്നുള്ളതല്ലേ ചോദ്യം. അല്ല, അത് നമുക്കൊന്നുകൂടെ ഗൗരവമായിട്ട് ആലോചിക്കണം. പണ്ട് ഒരു ആയുധം വെച്ച ഒരു ആരാധന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ വല്ല തെളിവും കേട്ടിട്ടുണ്ടോ? വേല് ശൂലം. അതിൽ ആയുധം ഉണ്ടായിരുന്നു രാശിയിൽ പറയുന്ന നിർബന്ധമായിട്ടുണ്ട് എന്നാണ്. അതെ അതെ. വീട്ടിൻ്റെ അകത്ത്
ആ അത് ആയുധം, ദണ്ഡല്ല, ആയുധമായിരുന്നു വേല്. കല്ലിൻ്റെ കൂടെ ആയുധം, ആയുധഭൃത്ത് എന്ന് പറയുന്നതുകൊണ്ട് ആയുധത്തെ ഭരിച്ചത്. അത് കേവലം പിന്നെ ദണ്ഡല്ല, ദണ്ഡവാണിയല്ല, ആയുധവാണിയാ, വേലായുധം. ആ അതെ. പണ്ടുള്ള 2 പേർക്ക് വേലായുധൻ തന്നെ പേര്. ഈ 2 വേലായുധൻ എന്നുള്ള പേരില് വേലായുധം തന്നെയായിരുന്നു. എന്തോ ഒരു വിഷയം ഉണ്ടായി. 2 വേലായുധന്മാരാ. അത് ആയുധം വെച്ച് ആരാധിച്ചിരുന്നു. ആ ആയുധം നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. അത് ആയുധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. ആയുധം നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിപ്പോൾ ആയുധം ഏത് ഭാവം കൊണ്ടാണ്? 5-ാം ഭാവം. ആയുധം ഇപ്പോൾ ഏത് 5-ാം ഭാവം കൊണ്ടാണ്? ശനിയെ കൊണ്ടല്ലേ ചിന്ത. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തെ കൊണ്ടല്ലേ ചിന്ത. പറഞ്ഞോളൂ. എന്താണ്? എന്താ? വേലായുധം ഉണ്ടായിരുന്നു. വേല് വെച്ച് പൂജ കഴിച്ചിരുന്നു. ആ ആയുധം ഇപ്പോഴും നഷ്ടപ്പെട്ടില്ല. അത് അതാണ് ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ വരുന്നു. അതാ സംശയം. കേൾക്കുന്നുണ്ട്. ഇതെല്ലാം വടക്കല്ലേ? ചരിത്രം മുഴുവനും, കഥ മുഴുവൻ വടക്കല്ലേ? ആ അതെ. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഗ്രഹാന്തർഭാഗത്ത് വെച്ചിരുന്ന കാലഘട്ടത്തിൽ ആയുധം ഉണ്ടായിരുന്നു. ആ ആയുധം ഇപ്പോഴും നഷ്ടപ്പെട്ടില്ല എന്നുള്ള അത്ഭുതം. ആര്? അദ്ദേഹം എവിടെയായിരുന്നു താമസിച്ച്? ആ ഈ 5-ാം ഭാവം മകരരാശി തക്കിസ്ത കരുതാതുകൂടെ പക്ഷെ നിസ്തംശമാണ്. വേറാണ് 5-ാം ഭാവം മകരരാശി. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ നവാംശകല്ലേ? നവാംശകപതിക്ക് ഉച്ചസ്ഥിതി വന്നില്ല. അതെ. നോക്കാം, നമുക്ക് ഇനിയും കഥ വരും, കുറെ കൂടെ വരും, ഡീറ്റെയിൽ ആയിട്ട് വരും. അശുദ്ധി ശത്രവശോരാശിന്ദനിയാഹി ശത്രുണ. 6-ൽ രാഹു. 9-ാം ഭാവത്തിൽ നവാംശയം ചെയ്ത രാഹു 6-ൽ നിൽക്കുമ്പോൾ ഈ ദേവതാ പ്രതിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തറവാട്ടുകാരുടെ രോഗത്തിന് ശമനമൊന്നും ഉണ്ടായില്ല.
6-ാം ഭാവത്തിലെ രാഹു 9-ൽ നവാംശം ചെയ്ത സർപ്പജന്യം അല്ലേ? അതിൻ്റെ കാരണം ഈ ദേവതയല്ല, സർപ്പവിഷയ. സർപ്പവിഷയത്തിൻ്റെ ദോഷമാണ് അതികഠിനമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. അത് അലർജി പോലുള്ള വിഷയങ്ങൾ, രോഗങ്ങൾ, പിന്നെ തൊലിപ്പുറമെ ഉണ്ടാവുന്ന രോഗങ്ങൾ, അൾസർ, ക്യാൻസർ പോലെ ഉണ്ടാവുന്ന ആന്തരിക രോഗങ്ങൾ, വിഷം കാരണമായിട്ടുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതുകളൊക്കെ കുടുംബത്തിൽ നിറയെ ഉണ്ടത്. തറവാടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നാഗാലയം ഉണ്ടായിരുന്നു പണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ആ എത്ര ദിശ മാറ്റിയപ്പോൾ ഇപ്പൊ നാഗാരാധന ഇല്ലേ? എന്നിട്ടെന്താ ഒട്ടും തൃപ്തിയല്ല. ഇപ്പൊ നാഗാരാധന എന്ന് പറഞ്ഞാൽ ഒട്ടും തൃപ്തിയല്ല. ഈ കളരിയുടെ വിഷയത്തിൽ ധനുരാശിയിൽ സർപ്പങ്ങൾ ഉണ്ടാവും. എന്നിട്ട് കളരി ഉണ്ടെങ്കിൽ അതിന്റെ ധനുരാശിയിൽ സർപ്പം അതകത്തല്ലേ? അതിൻ്റെതാണല്ലേ? അകത്തല്ലേ? ആ. തെക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു വിശിഷ്ടമായ നാഗാരാധന ഉണ്ടായിരുന്നത് എന്ന് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടുന്ന സ്ഥലം, അതായിരുന്നു യഥാർത്ഥത്തിലുള്ള നാഗാരാധനയുടെ സ്ഥാനം. അത് പിന്നെ 4 തവണ മാറ്റി 5-ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം ഉണ്ടായിരുന്നത് നാഗാരാധനയല്ല, നാഗക്കാവാണ്. കാവ് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളോട് ചേർന്നിട്ടുള്ള വിശിഷ്ടമായ നാഗാലയം. ഇതെല്ലാം നവാംശകവതിയായിട്ടുള്ള ശുക്രനെ കൊണ്ട് വ്യക്തമാണ്. ആ ഈ നാഗാലയത്തിൽ ഒരു കിണറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിണറുണ്ടാവുമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ വ്യക്തമായി അത്. അങ്ങനെ കേട്ടില്ലല്ലോ ഈ ഭാഗത്ത് കിണറുള്ള ഭൂമി. ക്ഷേത്രമൊന്നുമില്ല. പണ്ടത്തെ വീടിൻ്റെ ചരിത്രം, വീടായിട്ട് ബന്ധപ്പെട്ട ചരിത്രം, ഈ ഭാഗത്തൊരു കിണറോ ജലാശയോ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നഷ്ടപ്പെട്ടു പോയിണ്ടാവും. ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അതെ. കൃഷിസ്ഥലം പോലുള്ള ഭാഗത്ത് കൃഷിസ്ഥലം പോലുള്ള ഇത് ഒരുപടി ദൂരേക്ക് പോരുത്, അടുത്ത സ്ഥലം തന്നെയാണ്. അവിടെ പിന്നെ ആള് താമസിക്കാൻ വയ്യാതെ മാറിപ്പോവോ, സന്താനങ്ങൾ നശിച്ചു പോവോ ഒക്കെ ചെയ്തൊരു സ്ഥാനം ആണത്. വളരെ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്കത്. അത് നമുക്ക് ശരിക്കും നോക്കാതെ. സ്ത്രീകൾക്ക് ആപത്തുണ്ടായ സ്ഥലം, സന്താനനാശം ഉണ്ടായ സ്ഥലം, അങ്ങനെയൊക്കെയുള്ള സ്ഥാനമാണിത്. ചിന്യം ജനപദം ദ്യൂനരാശിന ഭൂഷണാനി ച. ഈ ശൈവമായിട്ടുള്ള ദേവത എന്ന് പറയുമ്പോൾ ഈ സുബ്രഹ്മണ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
പിന്നെ കറുപ്പസ്വാമി വീരഭദ്രൻ, ഖണ്ഡാകർണൻ, ഭൈരവൻ. വീരബാഹു ആണ് വീരഭദ്രൻ. ഉണ്ടോ അങ്ങനെ? കറുപ്പസ്വാമി ഉണ്ട്, വീരഭദ്രനുണ്ട്. ഏഴാം ഭാവം ഈ ശനി മന്ദക്കസ് ദീക്ഷിതന്നുണ്ടല്ലോ, ശനിക്ക് മന്ദക്കശന ദീക്ഷിത എന്നുണ്ടോ? ഏഴിലേക്കുണ്ടോന്നാ? താമ്പൂലത്തിൻ്റെ ഏഴില് ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് കശന ദീക്ഷിതനാവോ? നൃത്തന്റെ ദോഷങ്ങൾ അങ്ങനെ. അതെ, അതെ. അത് നർത്തകന്മാർ ഈ വെളിച്ചപ്പാട് പോലെയുള്ള നേരത്തെ പറഞ്ഞ കഥയൊക്കെ ആയിരിക്കും അത്. അതെ. അസുഖങ്ങൾക്കൊക്കെ വൈദ്യരായിരുന്നു. അതെ, അതെ, അതെ. അതെ. അദ്ദേഹത്തിന് ശേഷം പിന്നെ വെളിച്ചപ്പാട് പോലെ ആരുമില്ല. ഇദ്ദേഹത്തിന് അവസാനം മരണപ്പെട്ട് സമാധി പോലെയൊന്നും ഉണ്ടായില്ല. എവിടെയാ അത്? മീനരാശിയിലെ ശനിയാവുന്ന സമയത്ത് പത്താമത്തെ രാശിയിലെ ശനിയെ ദൃഷ്ടി ചെയ്യുന്നതല്ലേ ഗുളികൻ? ഗുളികനെ ദൃഷ്ടി ചെയ്യുന്നതല്ലേ ശനി? അതിപ്പോ പിന്നെ സമാധിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ? കയ്യേറ്റാണോ വിൽപ്പന നടത്തിയതാണോ? അതൊന്ന് ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. അതൊന്ന് നോക്കണം. അത് പിന്നെ ആദ്യമൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു, പൂജിക്കാം, പിന്നെ അത് വേണ്ടാതെ പിന്നെ പൂജ ഒന്നും. ഈ മാനസികമായ രോഗത്തിൻ്റെ ലക്ഷണമാവും അത്. മാനസിക രോഗത്തിൻ്റെ ലക്ഷണമല്ലേ? ഉന്മാദദായിനോ യോഗ എന്നല്ലേ? ഉന്മാദദായിനോ യോഗ, ഉന്മാദ യോഗ അല്ലേ അത്? ഉന്മാദികൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാവും അത്. അത് പ്രായശ്ചിത്തം ചെയ്ത് പരിഹരിക്കേണ്ടത്. അത് അല്ല, ഇത് ദോഷം കാണുന്നതല്ലേ നമ്മൾ നോക്കട്ടെ. ഇവിടെ ആരെല്ലാം സങ്കല്പം നമ്മൾ ചെയ്തു എന്നല്ല. ഇപ്പം നാഗത്തെ നിങ്ങൾ സങ്കല്പം ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിൽ നാഗുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ പറയട്ടെ, ജ്യോതിഷം അറിയുന്ന ആരെങ്കിലും ഒരാൾ വാദിക്കട്ടെ, ഇവിടെ നാഗുണ്ട് എന്നൊന്ന് വാദിക്കട്ടെ. നിങ്ങൾ അവിടെ പോയി ബോർഡ് വായിച്ച് നോക്കി പറയാനല്ല, ഇതിൽ നോക്കി പറയാൻ പറ്റുമോ? എന്താ അങ്ങനെ ഒരു വാദത്തിനുണ്ടോ? അഞ്ചാം ഭാവാധിപനോട് കൂടിയിട്ടുള്ള ഒരു അംശസ്ഥിതി, അഞ്ചാം ഭാവാധിപനോടുള്ള ഒരു അംശസ്ഥിതി മാത്രമേ ഉള്ളൂ. ബാക്കി അഞ്ചാം ഭാവാധിപനോട്, അഞ്ചാം ഭാവാധിപനോട് കൂടിയിട്ടുള്ള ഒരു അംശം.
കൃഷ്ണാംഗരാശിയിൽ രാഹുവിൻ്റെ നവാംശമുള്ളത് കൊണ്ട് ആ പൂർണ്ണമായിട്ടും നാഗസാഹചര്യം നന്നായിട്ടുണ്ടായിരുന്ന സ്ഥലമാണിവിടം. പക്ഷേ ഇന്ന് ആരാധനാ വിഷയത്തിൽ ചിന്തിച്ചാൽ അസ്വസ്ഥമാണ്. അത് സംശയമില്ല. ഇവിടെ നാഗത്തെ ആരാധിക്കുന്നു, നിങ്ങൾ മാസം തോറും ദിവസം തോറും നിവേദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ രോഗങ്ങൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അലർജി, പിന്നെ സ്കിൻ ഡിസീസ്, പിന്നെ അകത്തുണ്ടാവുന്ന അൾസർ, ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന് തളർച്ച വരിക, ഇതൊക്കെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം ഇവിടെ. അപ്പം അത് എങ്ങനെയാ പരിഹരിക്കുക എന്നുള്ളത് നോക്കുമ്പോൾ അതല്ലേ ഇപ്പം ആകെ ഒരു വ്യക്തമായൊരു പരിഹാരം നോക്കേണ്ടത്. ഈ പ്രശ്നപ്രകാരം പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ദേവതകളുടെ കാര്യത്തിലേക്കല്ല അത്. ഇനി പുതിയ ദേവതകളെ സ്വർണ്ണപ്രശ്നം വെച്ചുകൊണ്ട് ഒരു ദേവതയെ എമ്മക്കും പ്രതിഷ്ഠിക്കാമെന്ന് കരുതി ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുകയല്ല. നിങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന നാഗത്തിൻ്റെ പ്രതിഷ്ഠ ശരിയല്ല. നാഗദോഷം ആണ് ഇവിടെ പ്രബലമായ ദോഷം. അത് പരിഹരിച്ചാലേ ആരോഗ്യത്തിന് ഗുണം വരൂ. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ കാര്യം അഷ്ടമഭാവേന. നിവേദ്യ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ളതൊക്കെ നാളെ സ്വർണ്ണപ്രശ്നത്തിൻ്റെ ചർച്ചയിൽ നോക്കാതെ വിദ്യകാര്യം. ആ ചന്ദ്രാതന്നഗുണോ ആ ആ പ്രാണ്യങ്കാരക കേശയുക്ത ഗുളികെ, പിന്നെ ശുഭൈഹി നിർദോഷമന്നം ശുഭൈഹി. അപ്പോൾ നിർദോഷമാണ്, ദോഷമുണ്ട് താനും. കരിഞ്ഞു പോകുന്ന ദോഷമുണ്ട്, പാകം നേരെയാവാത്ത കാര്യങ്ങളുണ്ട്, അധികം വെന്തു പോകുന്ന കാര്യമുണ്ട്. ഇതൊക്കെ കുറച്ചുണ്ട്. അതെങ്ങനെയാണ് നേരെയാക്കേണ്ടത് എന്നുള്ളത് തെടപ്പള്ളിയുടെ ബിൽഡിങ്ങിന് തന്നെ ദോഷമുണ്ട് കേട്ടോ. തെടപ്പള്ളിയുടെ നിലനിൽപ്പിന് തന്നെ ദോഷമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്കത് നാളെ നോക്കാം. ആ ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട്. ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട്. അത് പിന്നെ ചൊവ്വയുടെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയിൽ തന്നെ അത് ചിന്തിക്കണത്, ചൊവ്വയിൽ തന്നെ അത് ചിന്തിക്കേണ്ടതുണ്ട്. അത് ചൊവ്വയുടെ സ്ഫുടം വെച്ച് വർഗങ്ങളൊക്കെ നോക്കി അതിൽ എന്തുകൊണ്ടായിരിക്കും ബലക്ഷയം എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കുക വേണ്ടത്. അത് ഇപ്പം വേണ്ട. നിങ്ങൾക്കൊരു എന്നിട്ട് വേണം സർവേഭ്യോ ബലിഷ്ഠേർക്കേ എന്നുള്ള ശ്ലോകം ചൊല്ലി നോക്കാൻ. അപ്പോഴാണ് അതിന്റെ വിഷയം മനസ്സിലാവുക. അതാണ് 9ാമത്തെ പത്രം. തറവാട്ടുകാര്, ദേവന്റെ തറവാട്ടുകാരെ സംബന്ധിച്ച്. ഈ നേരത്തെ പറഞ്ഞ ദുർമരണത്തിൻ്റെ ലക്ഷണം തറവാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ദുർമരണം
സന്ദീപ് ഒരു ചന്ദ്ര എന്തെങ്കിലും കത്തി വയ്ക്കുക. ദുർമരണം തറവാട്ടിലുണ്ടായിട്ടുണ്ട്. അത് ഇളയച്ചനിടത്തിൽ ചിന്തിക്കേണ്ടതല്ലല്ലോ. ഇളയച്ചനിടത്ത് ചിന്തിക്കേണ്ടതല്ല അത്. അല്ല, തറവാട്ടിന്റെ പേരെന്താ പറയാ? ഇളയച്ചനിടവും മറ്റേ രാജവൻ കോവിൽ കളരി, കോവിൽ കളരിക്കൽ, കളരി. ഇളയച്ചനിടം പറഞ്ഞത് പിന്നെ മറ്റേതാണ് പഴയ തറവാട്. അല്ല, ഇളയച്ചനിടം എന്ന് പറഞ്ഞതും ബ്രാഹ്മണ ബന്ധമുള്ളത് അതൊന്നും മാറി. അതിന്റെ പൂർവ്വചരിത്രമാണ്. അത് പൂർവ്വചരിത്രമല്ലേ വടക്ക് ഭാഗത്തുണ്ടായതും നാശവും അവിടെയാണ് വിഷ്ണുവിന്റെ നാശം ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞത്. പക്ഷെ സുബ്രഹ്മണ്യന്റെ വിഷയം വരുന്ന സമയത്ത് സുബ്രഹ്മണ്യനെ അകത്ത് പൂജിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിൽ കളരിയാണ് അല്ലെ. കോവിൽ കളരി എന്ന് പറയുന്നതാണ് ഈ ദേവന്റെ ക്ഷേത്രേശ വിഭാഗം. ആ ക്ഷേത്രേശ വിഭാഗത്തെ ചർച്ച ചെയ്യുന്നത് ഇടവരാശിയാണ്. ഇടവരാശിയെ കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അവിടെയാണ് അഷ്ടമത്തിൽ ഗുളികൻ അഥവാ ഗുളിക നവാംശകാധിപനാണ് ചന്ദ്രൻ. അപ്പോൾ ഗുളിക നവാംശകാധിപനായിട്ടുള്ള ചന്ദ്രൻ 9ാം ഭാവത്തിൽ നിന്നാൽ തറവാട്ടിലാണ് സ്ത്രീയുടെ ദുർമരണം ഉണ്ടായതെന്ന് ഉറപ്പാണ്. ഇനി അതിൻ്റെ ചരിത്രം എപ്പോഴാണ് നടന്നതെന്ന് ആലോചിച്ചാൽ മതി. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു വിവാഹിതയായ ഒരു സ്ത്രീക്ക് വന്ന ഒരു ദുർമരണത്തെ ചർച്ച ചെയ്യണം. രണ്ടാമതായിട്ട് വിവാഹം കഴിയാത്ത ഒരു സ്ത്രീയും ദുർമരണം സംഭവിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് ചർച്ച ചെയ്തിട്ട് നാളേക്ക് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യണത്. കാരണം ഇതിപ്പോൾ തറവാടിൻ്റെ കാര്യം ദേഹം എന്തിനാ അത്ര കൂടുതൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് പറയുന്നു എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ദോഷങ്ങൾ തീർക്കുക എന്നല്ല, ഭഗവാന്റെ ദോഷം തീർക്കാനാണ് പ്രശ്നത്തിൽ അത് വ്യക്തമാവുന്നത്. അതാണ്. അതെ. തറവാട്ടിലാണ് പ്രബലമായിട്ടുള്ളത് എന്നുള്ളത് രാഹുവിൻ്റെ നവാംശകം 9ാമത്തെ രാശിയിലാണ്. പ്രബലമായിട്ടുള്ള സർപ്പദോഷം തറവാട്ടിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. അത് നോക്കാം നമുക്ക്. ഈ പണ്ട് കാലത്ത് തറവാട്ടിൽ വെച്ച് ആരാധന നടത്തിയുള്ളതിൻ്റെ വല്ല അവശിഷ്ടങ്ങളെ പറ്റി അറിയാവുന്നവരുണ്ടാവില്ലേ? മേലക്കെട്ട് വെച്ചിട്ട് ഇല്ല. അതെ. ശാക്തേയ പൂജ ഉണ്ടായി എന്നുള്ള ഉറപ്പാണ്. സമാധാനായി. എന്താ അറിയോ, അത് പറഞ്ഞാൽ പ്രശ്നം നമ്മുടെ വീട്ടിൽ ശാക്തേയം വേണമെന്ന് പറഞ്ഞു ഒരു ശാക്തേയം വേണമെന്ന് പറഞ്ഞു. അതെ. ഈ ശാക്തേയം പൂജ കഴിക്കുക എന്നുള്ളതല്ല, ആ ഭഗവതി ഏതാണെന്ന് തറവാട്ടുകാർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഭഗവതി ഏതാണ് ആ ഭഗവതി, അത് മനസ്സിലാക്കി ആ ദേവതയെ ഉപാസിക്കണം. ജ്യോതിഷ പാരമ്പര്യമുള്ളവർ നിർബന്ധമായിട്ടും വേണം. ജ്യോതിഷ പാരമ്പര്യമുള്ളവർ നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. പിന്നെ ആ സാധിക്കുന്ന ജ്യോതിഷ പാരമ്പര്യമുള്ളവർ ഞാൻ പറയാൻ കാരണം ഒരു ചിട്ടയിൽ ജീവിക്കേണ്ടവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് നിർബന്ധമായിട്ട് വേണം. അല്ലാത്തവരും അത് നിർബന്ധമായിട്ട് ആരാധിക്കേണ്ടത് ഉണ്ട്. അത് ക്ഷേത്രത്തിൽ ഈ ഭഗവതിയുടെ അസ്വസ്ഥത എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അതുപോലെ ഭഗവതി ആരാധനയും കൂടി വന്നപ്പോഴാണ് നമ്മൾ പറ്റുപേക്ഷിച്ചത്. ക്ഷേത്രത്തിലുണ്ടല്ലോ, ക്ഷേത്രത്തിൽ അല്ല, അത് അത് യഥാർത്ഥ ചോദ്യക്കാരുടെ ധർമ്മ. ക്ഷേത്രത്തിൽ മറ്റേ ശാക്തേയ പൂജയുടെ ദേവത ഉണ്ട്. ഇവിടെ പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ ശുക്രൻ്റെ കേന്ദ്രസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ കേന്ദ്രസ്ഥിതി ഭഗവാനോട് ഒത്തു നിൽക്കുന്ന 2 ഭഗവതിമാരാണ്. ഇനി വേറെ ഗ്രഹസ്ഥിതിയൊന്നും വേണ്ട.
ലഗ്നാധിപനോട് ചേർന്ന് വർഗോത്തമാംശം. വർഗോത്തമാംശം ദേവയാനിയും വള്ളിയുമാണ്. വ്യാഴവും മിഥുനം രാശി. വ്യാഴവും പിന്നെ ശുക്രനും ചന്ദ്രൻ വേറിട്ട് നിൽക്കും. അല്ല, എനിക്കറിയില്ല. ഇത് പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാദിക്കേണ്ടെന്നർത്ഥം. മനസ്സിലായി. കാരണം പേര് പറഞ്ഞത് വള്ളി ദേവയാനി സമേത സുബ്രഹ്മണ്യ ക്ഷേത്രം, വള്ളി ദേവയാനി സമേത സുബ്രഹ്മണ്യൻ. സ്വർണ്ണപ്രശ്നത്തിൽ നാളെ ചർച്ച ചെയ്യാം ഗൗരവമായിട്ട്. ആയിക്കോട്ടെ. ശരി, മനസ്സിലായി. പിന്നെ ഇവരൊക്കെ എന്താന്ന് വെച്ചാൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാലക്കാടൻ ദേശത്ത് എല്ലാവരും 5 മണിക്ക് ഓഫീസ് ടൈമിന് വാതിലടയ്ക്കുന്നവരാ. അല്ല, അത് ഉള്ളത് അലർജി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ബത്തി കൂടി ആയപ്പോൾ ആകപ്പാടപ്പം അസ്വസ്ഥമായി പോയി ഒന്നുകൂടിയിട്ട്. അതുകൊണ്ടാ അപ്പം ഞാൻ കുറച്ച് അധിക സമയം അങ്ങനെ ഇരിക്കുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടാവില്ല. വൈകുന്നേരത്തെ ചായ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേക്കണം എന്നുള്ളൊരു അല്ലേ ശ്രീമാജി? അങ്ങനെയല്ലേ പൊതുവേ ഒരു സ്വഭാവമല്ലേ? വൈകുന്നേരം കുറച്ച് ഇവിടെ ഈ അനാസന്നേത സമയം മധ്യാഹ്നം പ്രശ്നകരണ ചോദ്യം ചോദിക്കാൻ കണ്ടെത്തോ. ഈ രക്ഷാസ്ഥാനത്തിൻ്റെ അഷ്ടമത്തിൽ പാപാഢ്യോ എന്നുള്ള നിയമം വരണമെങ്കിൽ പാപനോട് ചേർന്ന് നിൽക്കുന്ന അത് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ശനിയുടെ ദൃഷ്ടി കൊണ്ടാണ് ആ പ്രമാണം വേണ്ട, മറ്റു പ്രമാണമല്ല. ഏതാ പ്രമാണം? ശശിന്യരിവിനാശകേ നിധനമാശു പാപേക്ഷിതേ. ആശു നിധനം, പെട്ടെന്നുള്ള നിധനം. ഞാൻ ആ ചർച്ച ഇപ്പം പിന്നെ എടുക്കാത്തത്. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം. ഇപ്പോൾ ഈ ഒമ്പതാം ഭാവം എന്ന് പറയും തറവാടിനെ ചിന്തിക്കേണ്ട സ്ഥാനത്തിൽ നിന്ന് അഷ്ടമത്തിൽ ഗുളിക ഉണ്ടല്ലോ. അഷ്ടമത്തിൽ ഗുളിക ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായുള്ള ആപത്താണ് തറവാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുകയല്ല വേണ്ടത്. ഉടനെ ചോദിക്കേണ്ടത് ഗുണങ്ങളൊക്കെ കാണുമ്പോഴും മാന്യർമൃതവും മൃതികരോപ്യം ഗുണേഷു സൽസു എന്ന് പറഞ്ഞതുകൊണ്ട് തറവാട്ടിൽ ഇനിയൊരാപത്ത് വരാനുണ്ട്. എപ്പോഴാ വരിക? അത് ഇനിയൊരാപത്ത് വരാനുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാ വരിക? ഭാവിയിലാണ്. ഭാവിയിൽ എത്ര കാലത്തിനുള്ളിൽ, എത്ര വർഷത്തിൽ, എത്ര മാസത്തിൽ, എത്ര ദിവസത്തിനുള്ളിലാ? ഒന്ന് ആ രാശിയിൽ ഗുളിക നിൽക്കണേൻ്റെ അപ്പോൾ അത് ചർച്ച ചെയ്തോളൂ. ഈ 6 മാസത്തിനുള്ളിൽ തറവാട്ടിൽ ദുർമരണത്തിൻ്റെ സാധ്യത ഇനിയും ഉണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പോരാ, അതിന് പരിഹാരം നിശ്ചയിക്കണം. ഞാൻ അതിനൊന്ന് ചർച്ച ചെയ്യാൻ ശക്തരായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഇപ്പോൾ ഒരു 6 മാസ കാലഘട്ടം, 5-6 മാസ കാലഘട്ടത്തിനുള്ളിൽ ആപത്തിൻ്റെ സാധ്യതയുണ്ട്. അത് ഉണ്ടാവുന്നത് സ്ത്രീക്കായിരിക്കും എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. അതെ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക. അത് ഭഗവാന്റെ ദൃഷ്ടിയുണ്ട്. ഭഗവാനൊരു ദൃഷ്ടി വേണം. ഞങ്ങളൊക്കെ തറവാട്ടുകാരാന്ന് പറഞ്ഞ് നിന്നാൽ പോരാ, ഇവിടത്തേക്കൊരു കണ്ണ് വേണം എന്നർത്ഥം. അതാ ഇപ്പോൾ പറഞ്ഞത്. ഉത്സവാദി കാര്യങ്ങളിൽ പ്രബലമായൊരു ദോഷം ഇല്ല. പ്രബലമായൊരു ദോഷം ഇല്ല എന്നുള്ളത് സാമാന്യമായ കാര്യമാണ് ഇന്നത്തെ ചടങ്ങുകൾ. പക്ഷേ ഉത്സവത്തിൻ്റെ അകത്ത് ദോഷം വന്നിട്ടുണ്ട്, ഉത്സവത്തിൻ്റെ മധ്യത്തിൽ ദോഷം വന്നിട്ടുണ്ട്. അതാ ഗുളികൻ്റെ ദൃഷ്ടി. വ്യാഴവും ശുക്രനും ഉത്സവസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള ഉത്സവത്തിൻ്റെ മഹത്വം. ചിട്ടകളും കാര്യങ്ങളും ഒന്നും പ്രയാസമില്ല. പക്ഷെ അതിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു എന്നുള്ളത് ഉത്സവത്തിൻ്റെ ചടങ്ങിൻ്റെ ഇടയിൽ ദോഷം സംഭവിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
ഉണ്ടായിട്ടില്ലേ അത്? അതെ ആ അദ്ദേഹം സമാധിയായതിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ്. പൂജ കഴിഞ്ഞ ഉടനെയാന്നാ പറഞ്ഞത്. ക്ഷേത്ര നടക്കിൽ വെച്ചാണ് മരണം ഉണ്ടായിരുന്നു പറഞ്ഞത്. എന്നിട്ടാണ് തെക്ക് ഭാഗത്തേക്ക് സമാധി ഇരുത്തിയത്. കിഴക്ക് പടിഞ്ഞാറായിട്ട് കിഴക്ക് പടിഞ്ഞാ അതെ സമാധി തന്നെയാ. അപ്പോൾ അവരുടെ പേര് തെക്ക് വടക്കല്ല, കിഴക്ക് പടിഞ്ഞാറ് തന്നെയാ. കണ്ണപ്പൂശ്ശേരി. അല്ല, ഇതിൽ ഇപ്പം നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു പരാജയമുണ്ട്. സുബ്രഹ്മണ്യന് തുല്യനായിട്ട് ആരാധിക്കേണ്ട നമ്മുടെ ഗുരുനാഥൻ സമാധി ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനം സംരക്ഷിക്കാൻ സാധിച്ചില്ല. അതിന് കുറ്റം EMS പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല അത്. അല്ല, രാജഭരണം എന്ത് ഭരണമായാലും അതിൻ്റെ മേലെ കടന്നേക്കണം തറവാട്ടുകാരെല്ലാം. അതല്ലേ വേണ്ടത്, അതിനെയായിരുന്നു വേണ്ടത്. അതൊരു അതെ 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 നടത്തിയിട്ടുണ്ടല്ലേ? മനസ്സറിഞ്ഞ് തരും, മനസ്സറിഞ്ഞ് തരും. വാങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ, വാങ്ങാൻ തയ്യാറായിക്കോളൂ. അപ്പോൾ അത് നമുക്ക് പിന്നെ എന്തായിരുന്നാലും കിട്ടും അത് പിന്നെ 11ാം ഭാവം ബുധൻ. 11ാം ഭാവം കർമാധിപതിയായിട്ടുള്ള ബുധൻ, ലാഭാധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യഭാവത്തിൽ. ഇവിടുത്തെ കാര്യത്തിൽ സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ, ഒരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാം സാധിക്കുകയും ചെയ്യും, മിച്ചം വരികയും ചെയ്യും, മിച്ചം വരികയും ചെയ്യും. ആ എല്ലാം സാമ്പത്തികമായിട്ട് ഒരു വിഷയമില്ല. അതെ അതെ അതെ. തസ്മിൻ കാലേ സമഗ്രബലയുക്തസ്യാദ്യസ്യ നവരാശവും എന്ന് പറഞ്ഞല്ലോ. സമഗ്രബലയുക്തനായിട്ടുള്ള ഒരു ഗ്രഹം 9ാമത്തെ രാശിയിൽ നിന്നാൽ, ബലവാനായ ഒരു ഗ്രഹം, ലാഭാധിപനായിട്ടുള്ള ഗ്രഹ ചന്ദ്രൻ. സമഗ്രബലയുക്തസ്യാദ്യസ്യ നവരാശവും തസ്യ ഭവേദ് ഇഷ്ടധനലാഭ. ഇപ്പോഴും ഇനിയും ഇവിടെ വരാനുണ്ട് സാമ്പത്തികമായിട്ട്. ഒരു സ്ത്രീ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് എത്തുകയോ വേണ്ടു. അത് ദൂരസ്ഥലത്തുള്ള വിദേശത്തോ ദൂരസ്ഥലത്തോ ഒക്കെ ഉള്ള ഏതൊരു സ്ത്രീയാണത്. അങ്ങനെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഓഫറുണ്ട്. ധനനാശവ്യാചാര്യ. ഈ പിന്നെ ആചാര്യൻ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആചാര്യനെ കൊണ്ടുള്ള ഒരു ഗുണം കാണുന്നില്ല, തന്ത്രിയെ കൊണ്ടുള്ള ഒരു ഗുണം പ്രശ്നത്തിൽ കാണുന്നില്ല. 3 വർഷം മേൽശാന്തി ആയതിനു ശേഷം ഞാൻ കാണുന്നത്. അതിപ്പോൾ അദ്ദേഹം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഗുണദോഷം പറയുന്നത് ശരിയല്ല. അത് 12ാം ഭാവത്തിൽ ഭാവാധിപന് പാപയോഗമാണ്, ഭാവാധിപന് പാപയോഗമാണ്. പതിതോ ഭൃഷ്ട എന്നല്ലേ 12ൽ? പതിതോ ഭൃഷ്ട എന്നല്ലേ? ടച്ച് പോവുക, വലിച്ചെറിഞ്ഞു പോവുക, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വന്നു പോയിട്ടുള്ളത്. അത് നമുക്ക് അദ്ദേഹം നാളെ വരുമായിരിക്കും. നാളെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻപാകെ തന്നെ ഒന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനെയാണ് 12 ഭാവങ്ങൾ. തൽക്കാലം നമുക്കിന്ന് നിർത്തിയിട്ട് നാളെ രാവിലെ പ്രശ്നത്തിൻ്റെ ചിന്ത, സ്വർണ്ണപ്രശ്നത്തിൻ്റെ പ്രകരണം നാളെ രാവിലെ തുടങ്ങാം. ലേറ്റ് ഉണ്ടോ? എഴുതിക്കോളൂ. ഈ പ്രശ്നം ക്ഷണിക്കാൻ വന്നത്
1200 മിഥുനമാസം 10-ാം തീയതിയാണ്. 2025 ജൂൺ മാസം 24-ാം തീയതി. അന്ന് രാവിലെ 10:13 പ്രശം ക്ഷണിച്ചത്. താമരശ്ശേരി വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് 1200 മിഥുനം 10 24/6/2025 ആ 10:13. 10:13. അത് നമുക്ക് രാവിലെ ചർച്ച ചെയ്യാം. ഇന്ന് നിർത്തുന്നു. രാവിലെ നമുക്ക് എപ്പോഴാണ് പൂജ കഴിയുക? 9 o'clock നേദ്യം എടുക്കും. ആ 9:30 ക്ലോസ്. ആ വരയ്ക്ക് ശേഷം 10 മണിയാകുമ്പോഴത്തേക്ക് പ്രശ്നം തുടങ്ങും. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വകാര്യമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിൽ വയ്ക്കുക, ഞങ്ങളോട് പറയണ്ട. നാളെ ചർച്ചയിൽ നമുക്ക് എന്താ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിശ്ചയിക്കാം കേട്ടോ. ഇന്ന് നിർത്തുന്നു. ശരി.